അസം ദിമ ഹസാവോയിലെ കൽക്കരി ഖനിയിൽ തൊഴിലാളികൾ കുടുങ്ങി. 300 അടി താഴ്ചയുള്ള ക്വാറിയിലാണ് തൊഴിലാളികൾ കുടുങ്ങിയത്. ക്വാറിയിൽ നിന്നും പമ്പ് ചെയ്ത് വെള്ളം കളയാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും രേഷ്മ ശാന്ത അശോകൻ ചേരുന്നുണ്ട്. രേഷ്മ, ഈ സംഭവം എപ്പോഴാണ്? അവിടുത്തെ നിലവിലത്തെ സാഹചര്യം എത്തരത്തിലാണ്? സംഗീത, അസമിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. അസമിൽ ദിമ ഹസാവോ ജില്ലയിലെ ഉമ്രങ്സായിലെ കൽക്കരി ഖനിയിലാണ് നിരവധി തൊഴിലാളികൾ കുടുങ്ങിയിരിക്കുന്നത്. ഏകദേശം 300 അടി താഴ്ചയുള്ള കൽക്കരി ഖനിയിലാണ് തൊഴിലാളികൾ കുടുങ്ങിയിരിക്കുന്നത്. ക്വാറിയുടെ 100 അടിയോളം അപ്രതീക്ഷിതമായി വെള്ളം കയറിയതാണ് നിലവിലെ ആശങ്കയുടെ സ്ഥിതിക്ക് കാരണമായിരിക്കുന്നത്. വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള എല്ലാവിധ ശ്രമങ്ങളും അവിടെ നടന്നു വരുന്നുണ്ട്. SDRF, NDRF സേനകൾ സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തിവരുന്നത്. രക്ഷാദൗത്യം ഊർജിതമാക്കാനായിട്ട് സേനയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ രീതിയിൽ ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഒരു മണിക്കൂർ ആയിട്ടേ ഉള്ളൂ. എന്തായാലും വരും മണിക്കൂറിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. കൽക്കരി ഖനിയിൽ കുടുങ്ങിയവരെ എത്രയും വേഗം പുറത്തെത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സംഗീത. രേഷ്മ, എത്രത്തോളം ആളുകൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിലുണ്ടോ? ഇല്ല സംഗീത, തൊഴിലാളികൾ കുടുങ്ങി എന്നുള്ളതല്ലാണ്ട് എത്ര പേരാണ്, എങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ എന്നുള്ളതൊന്നും പുറത്തു വിട്ടിട്ടില്ല. നിലവിൽ അവിടെ രക്ഷാദൗത്യം ഊർജിതമായി തുടരുന്നത് മാത്രമേ ഉള്ളൂ. സേനകൾ സംയുക്തമായി രക്ഷാപ്രവർത്തനം നടത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇത്തരം വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഗീത, തീർച്ചയായും എന്താണെങ്കിലും അസം ദിമ ഹസാവോയിലെ കൽക്കരി ഖനിയിലാണ് തൊഴിലാളികൾ കുടുങ്ങിയിരിക്കുന്നത്. എത്ര പേരാണ്, എത്തരത്തിലാണ് എന്നുള്ളതൊന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഈ കാര്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നത്. 300 അടി താഴ്ചയുള്ള ക്വാറിയിലാണ് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യവുമാണ്. നാഷണൽ ഡെസ്കിൽ നിന്നും രേഷ്മ ശാന്ത അശോകനാണ് വിവരങ്ങൾ നൽകിയത്.